ഹലോ ഗൈസ്, പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യാത്രയിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടീം 450 സ്ക്വാഡിനോടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൊട്ടാരക്കലാണ് പോകുന്നത്. കൊട്ടാരക്കരയിൽ നിന്നാണ് അവർ മീറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അവർ വരുന്നത്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ ഒരു കാണാം, വഴിയെ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ കാണിക്കാം. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെ, അതുകൊണ്ട് പിന്നെ വലുതായിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. രാവിലെ കിടക്കാച്ച് മഞ്ഞ് ഗൈസ്, സൂപ്പർ മഞ്ഞാണ്. കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഹെവി കോടയുണ്ട്. നല്ല കോട ക്യാമറയിൽ എത്താൻ മാത്രം കാണാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല. ഗായ്സ് കണ്ണ് കാണാൻ പറ്റത്തില്ല കോട ഗൈസ്, അടിപൊളി. നമ്മളിപ്പോൾ നൈസ് കൊട്ടാരക്കര ആയതേ ഉള്ളൂ. കൊട്ടാരക്കര ആവുന്ന സമയത്ത് തന്നെ ഇത്രയും കോട. അപ്പോൾ നമ്മൾ വാഗമൺ ചെല്ലുമ്പോൾ എന്തോ ക്ലൈമറ്റ് ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് കാണാം. വാഗമൺ നമ്മളെ അടിപൊളി തണുപ്പിൽ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപൊളി ഒരു ക്ലൈമറ്റ് നമുക്ക് തരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം വാഗമണിലേക്ക് നമ്മൾ പൊക്കോട്ടേക്കാണ്. അപ്പം എന്താ പറയാ, ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു യാത്ര പോകണം. കുറേ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. കാരണം ഡെയിലി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡെയിലി വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രിപ്പ് അടിക്കാൻ, ട്രാവൽ ചെയ്യാനോ ട്രിപ്പ് പോകാനോ ഒന്നും പറ്റുന്നില്ല. കാരണം നമുക്കൊരു ബ്ലോഗ് ചെയ്യണമെങ്കിൽ കാര്യങ്ങളും അത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബ്ലോഗ് ഇടാനായിട്ട് കുറേയധികം ബ്ലോഗ് ഇട്ടിട്ട് ഞാൻ കുറച്ച് ദിവസം ആവുന്നു. മഞ്ഞോന്ന് വെച്ചാൽ മഞ്ഞിന്റെ അയിലല്ലോ കേട്ടോ, രക്ഷയില്ല മഞ്ഞ്. കോടമഞ്ഞാണെങ്കിൽ അടിച്ച് പറന്ന് നിൽക്കുന്ന പോലെ പോകുന്നത്. കാരണം നമ്മളൊരു മൂന്നാർ ആ ഒരു ഏരിയ എത്തിയ ഒരു വൈബ്. ആ സൈഡൊക്കെ ഉണ്ട്, അമ്പലമാണ്. അമ്പലമൊക്കെ മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. ദൈവമേ, അമ്പലമൊക്കെ നല്ല മഞ്ഞിൽ മൂടിയിരിക്കുകയാണ്. സൂപ്പറാണ് കായ്, സൂപ്പർ ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റ് നമുക്ക് മെയിൻറ്റെയിൻ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ചായ കുടിച്ചിട്ട് വന്നിരിച്ചു. വണ്ടിയൊക്കെ ഒതുക്കി ചായ കുടിച്ചു. അവിടെ നേരെ നമ്മൾ പോകുന്ന കോന്നിക്കാണ്. കോന്നി റാന്നി ചെന്നിട്ടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ. അങ്ങനെ നമ്മൾ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം കുറച്ച് ദൂരത്തിന് ശേഷം നമ്മൾ കോന്നിയൊക്കെ എത്തിയപ്പോഴത്തെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു, റാന്നി. അപ്പോൾ നമ്മൾ നേരെ കണ്ട് ഫസ്റ്റ് അനന്തഭവൻ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, മസാല ദോശയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മൾ വീണ്ടും വാഗമൺ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചെറുതായിട്ട് മഴയും ആ മഞ്ഞിൻ്റെ തുള്ളികളാണ് സംഭവമായിട്ട് വെള്ളമായിട്ട് വീഴുന്നത്. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുത്ത കാറ്റും. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുവന്ന് വണ്ടി ഒന്ന് ഒതുക്കി രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കിട്ടി, കാട്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ എരുമേലി എത്തി കഴിച്ചു. എരുമേലി അമ്പലവും പള്ളി വാവരുള്ളി എല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ടൊക്കെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ നേരെ കാട്ടിലോട്ടാണ് കയറുന്നത്. കാട്ടിലോട്ട് കയറി കാടും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായിരുന്നു, അടിപൊളിയായിരുന്നു വൈബ്. കാരണം നമ്മൾ വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ എടുക്കേണ്ടി വന്നില്ല. കാരണം നല്ല തണുത്ത കാറ്റും ആ ഒരു മഞ്ഞുതുള്ളിയൊക്കെ വീഴുന്ന പോലെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കിട്ടുന്നൊരു കുളിർമയുണ്ടല്ലോ, അത് വേറെ ലെവലാണ് സംഭവം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാരണം അത് അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റും ആ ഒരു സന്തോഷം എന്തെങ്ങനെയാണെന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ച് നേരെ വാഗമൺ വെച്ച് പിടിക്കുകയാണ് നമ്മൾ പരിപാടി. അപ്പം അപ്പം ആ വഴിയെ പോകുന്നവരൊക്കെ സൂക്ഷിച്ച് പോവുക. കാരണം അത്യാവശ്യം റോഡൊക്കെ മോശമായിട്ട് കിടക്കുകയാണ്. കാരണം മഴയും വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്, റോഡൊക്കെ ഒന്ന് പൊളിഞ്ഞിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെള്ളച്ചാട്ടം കഴിച്ചു, നമ്മൾ പോകുന്ന വഴി കിട്ടുന്ന ഫസ്റ്റ് വെള്ളച്ചാട്ടമാണ്. അത് അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ഫോട്ടോസും വീഡിയോസും
നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുള്ളൂ ഗൈസ്. ഒരു വണ്ടിക്ക് 25 രൂപയും ആൾക്ക് 10 രൂപയും അങ്ങനെ റേറ്റ് മേടിച്ചു. അപ്പം 35 രൂപ ടോട്ടൽ എമൗണ്ട് ആയേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നടന്ന് പോകാന്നുള്ളത്, മേളിൽ വരെ നടന്നു പോകാൻ, വേറെ ഇതൊന്നുമില്ല. നമ്മളിന്ന് മറ്റേ പെയിൻറ്റ് ബോളിൻ്റെ ഒരു സംഭവം ചോദിച്ചപ്പോഴത്തേക്ക് അവർ ആൾക്ക് 400 രൂപ പറഞ്ഞു, 30 ബുള്ളറ്റ്. അപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. കാരണം നമ്മൾ ആ 400 രൂപ സ്പെൻഡ് ചെയ്യാൻ നമുക്ക്, കാരണം അതൊരു വെറുത്തല്ലെന്ന് തോന്നിയോണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞത്. അല്ലെങ്കിൽ അത് എടുത്തേ നമ്മളിവിടെ ആൾക്കാർ ഈ ഉള്ള എല്ലാവർക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ റേറ്റ് കേട്ടപ്പോഴത്തേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ അവർ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെച്ച് നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ അപ്പോൾ അവിടെ നമ്മുടെ കൂടെ 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് അവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചു. അവിടെ നമ്മൾ നേരെ തിരിച്ച് വേറെ ബോട്ടിങ്ങിനാണ് പോകുന്നത്, സെക്കൻഡ് ലൊക്കേഷൻ ബോട്ടിങ്. അപ്പോൾ അവിടെ നമ്മൾ കയാക്കിങ്ങും പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ കയാക്കിങ് 2 ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ മറ്റേ തുഴയുന്നതും പിന്നെ ചവിട്ടുന്നതൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ 2 പേര് നേരെ കയാക്കിങ് എടുത്താൽ മാത്രമേ ഓർമ്മയുള്ളൂ, മൊത്തം നനഞ്ഞ് പൊളിഞ്ഞ്. പിന്നെ അവിടെ നേരെ പോയ ചായക്കടയിലാണ്. ഒരു ചായക്കട എന്ന് പറഞ്ഞ കടയുണ്ടായിരുന്നു. അവിടെ ഒരു പുള്ളിക്കാരുണ്ട്, അവിടെ ഓണറായിരുന്നു. പുള്ളി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പരുന്തുംപാറയ്ക്കാണ് പോയി. 3ാമത്തെ ലക്ഷം പരുന്തുംപാറയിലാണ് പോയത്. പരുന്തുംപാറയിൽ പോയി അവിടെ കിട്ടി. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം നിന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അവിടെ നമ്മുടെ കൂടെ വന്നൊരു പുള്ളിക്കാരി ഒരു ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ പഴയ വില്ലേജ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ഒന്ന് കഴിച്ച് അവിടെ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടയെല്ലാം അടിച്ച് കയറി വരാൻ തുടങ്ങി. അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത്. അവിടെ ഓഫ് റോഡ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഓഫ് റോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിവിൻ ബ്രോ അഡ്മിൻ. പുള്ളി ലാസ്റ്റ് ക്യാമറ കണ്ടപ്പോൾ പുള്ളി ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ പുള്ളി തിരിച്ചൊരു ഓട്ടോ വിളി. അപ്പം അത്ര വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക.